കൊയിലാണ്ടി സിൽക്ക് ബസാറിന് സമീപം മാലിന്യം തള്ളിയ വാഹനം പോലീസ് പിടികൂടി. ഡ്രൈവർ മലപ്പുറം പാണ്ടിക്കാട് സ്വദേശി വിജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രതീഷ് ഉണ്ട് വിവരങ്ങളുമായി. രതീഷ്, എന്തൊക്കെയാണ് ഇതിന്റെ വിവരങ്ങൾ? അനൂപ്, ഈ ജനുവരി 14 പുലർച്ചെയാണ് ഇത് സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട സംഭവം നടന്നത്. മലപ്പുറം ജില്ലയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് സമീപ ജില്ലകളിൽ നിന്ന് എത്തിച്ച മാലിന്യമാണ് ഇവിടെ തള്ളാൻ ശ്രമിച്ചതെന്നാണ് മനസ്സിലാവുന്നത്. നിസാൻ ടാങ്കർ ലോറിയിലാണ് ഈ മാലിന്യം എത്തിച്ചത്. തുടർന്ന് ദേശീയപാതയിൽ 17-ാം മൈൽ സിൽക്ക് ബസാറിന്റെ ഇടയിലുള്ള ഒരു പൊതുസ്ഥലത്ത് ഇത് ഒഴുക്കാൻ ശ്രമിക്കുകയായിരുന്നു. മാലിന്യം ഒഴുക്കിയ വാഹനത്തിന്റെ നമ്പറിന് സമീപം CCTVയിൽ ഇതുവരെ വ്യക്തമായിട്ടില്ല. പക്ഷേ ഈ വാഹനത്തെ ഫോളോ ചെയ്യാൻ അല്ലെങ്കിൽ എസ്കോർട്ട് വന്ന 2 വാഹനങ്ങൾ ഉൾപ്പെടെ ലഭിച്ചിരുന്നു. പിന്നീട് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ വാഹനം ടാങ്കർ കസ്റ്റഡിയിലിരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. എന്തായാലും ഈ സ്ഥാപനങ്ങളിലെയും വീടുകളിലെയും ഒക്കെ ഇത്തരം മാലിന്യങ്ങൾ ടാങ്കറിൽ ശേഖരിച്ച് പ്രത്യേക തരത്തിലുള്ള വാൾവുകളൊക്കെ സംഘടിപ്പിച്ചാണ് രാത്രി കാലങ്ങളിൽ ഇവ പൊതു ഇടങ്ങളിൽ ഒഴുക്കിവിടുന്നത്. വളരെ പൊടുന്നനെ തന്നെ ഇത് ഒഴിവാക്കുകയും നിക്ഷേപിക്കുകയും ചെയ്ത ശേഷം രക്ഷപ്പെടാനുള്ള സാഹചര്യം വാഹനവുമായി കടന്നു കളയാൻ ഇത്തരം സംഘങ്ങൾക്ക് കഴിയുന്നുണ്ട്. ഇത് പോലീസിന് ഉൾപ്പെടെ വലിയ തലവേദനയാണ്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതയോടുള്ള പ്രവർത്തനം ഇല്ലാതെ ഇത്തരം സംഘങ്ങളെ പിടികൂടാൻ കഴിയില്ല എന്ന നിസ്സഹായാവസ്ഥ പോലീസിനുമുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് കർശന അന്വേഷണം ഇത്തരത്തിലുള്ള മറ്റിടങ്ങളിൽ ഉണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും നിലവിൽ ഈ ലോറിയും ഡ്രൈവറും കസ്റ്റഡിയിലായിട്ടുണ്ട്. ഇതിന് പിന്നിലുള്ള ആളുകളെ സംബന്ധിച്ചുള്ള സമഗ്ര അന്വേഷണം നടന്നു വരികയാണ്. ശരി, രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്.